തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വൈക്കത്ത് പ്രവർത്തിക്കുന്ന ക്ഷേത്ര കലാപീഠത്തിൽ ആദ്യ വനിതാ മാനേജർ ചുമതലയേറ്റു. വൈക്കം കിഴക്കേനട ഉപാസനയിൽ ആർ ബിന്ദുവാണ് കലാപീഠത്തിന്റെ പുതിയ മാനേജരായി ചുമതലയേറ്റത്. വൈക്കം മഹാദേവ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്ര കലാപീഠത്തിൽ ആദ്യ വനിതാ മാനേജർ ചുമതലയേറ്റു. വൈക്കം കിഴക്കേനട ഉപാസനയിൽ ആർ ബിന്ദുവാണ് മാനേജറായി ചുമതലയേറ്റത്. വൈക്കം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെ സീനിയർ ക്ലർക്കായ ബിന്ദുവിന് കഴിഞ്ഞ ദിവസമാണ് മാനേജറായി സ്ഥാനക്കയറ്റം ലഭിച്ചത്. എനിക്കിവിടെ അതായത് വൈക്കത്തപ്പൻ്റെ ഞാൻ ഈ വൈക്കത്ത് ജനിച്ചു വളർന്നതാണ്. ഈ മുറ്റത്ത് തന്നെ വൈക്കത്തപ്പൻ്റെ തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്യാൻ കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ കലാപീഠത്തിന്റെ ഭരണപരമായ ചുമതലകളാണ് മാനേജർ വഹിക്കുന്നത്. ബിന്ദുവിന്റെ ഭർത്താവ് ജി വേണുഗോപാൽ ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വിഭാഗം എഞ്ചിനീയറായിരുന്നു. 2012 ഹൃദയാഘാതം മൂലം വേണുഗോപാൽ മരണപ്പെട്ടു. ആശ്രിത നിയമനം വഴി 2017 ബിന്ദു ദേവസ്വം ബോർഡിൽ ജോലിക്ക് കയറുന്നത്. ആദ്യം ഓഡിറ്റ് വിഭാഗത്തിലായിരുന്നു ജോലി. പിന്നീട് കോട്ടയം, വൈക്കം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസുകളിൽ ജോലി ചെയ്തു. രഞ്ജിത് കൃഷ്ണൻ, പാർവതി വേണുഗോപാൽ എന്നിവരാണ് ബിന്ദുവിന്റെ മക്കൾ. ഇൻ മീഡിയ, കോട്ടയം.